آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഇസ്ലാമിക ചര്യയനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സുന്നത്തിനെ അടിസ്ഥാനമാക്കി ഒരു നിക്കാഹ് വിളംബരം ചെയ്യുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഖാത്തമുൻ നബിയീൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അന്നിക്കാഹു മിൻ സുന്നത്തി ഫമൻ റഗീബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അതായത് നിക്കാഹ് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്, ആരാണോ അതിൽ നിന്ന് മുഖം തിരിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അരുൾ ചെയ്തതിന് പ്രകാരം വിവാഹം കഴിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ കടമയാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. വിവാഹത്തിന് ശേഷം നാം പരസ്പരം എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ വർത്തിക്കണമെന്നും ഓരോ ദമ്പതികളുടെയും കടമകൾ എന്തൊക്കെയാണെന്നും അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നിക്കാഹ് വേളയിൽ ഓതാറുള്ള ഖുർആൻ വചനങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. അള്ളാഹു അതിൽ പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, മനുഷ്യരെ, നിങ്ങളെ ഒരേ ഒരു സത്തയിൽ നിന്നും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സ്ത്രീയും പുരുഷനും ഒരേ നിലവാരം പുലർത്തുന്നവരാണെന്ന് ഈ ആയത്തിൽ നിന്നും വ്യക്തമാകുന്നു. സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീയും പുരുഷനും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഒരേ സത്തയാണ്. ഞാനിവിടെ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചല്ല പറയാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് സ്ത്രീയും പുരുഷനും സമാന്തരമായ രണ്ട് രേഖകളാണ്. സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ നന്മ തിന്മകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നന്മ തിന്മകളുടെ കാര്യത്തിൽ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന കാര്യത്തിന് അത്ര കണ്ട് പ്രസക്തിയില്ല. അതാണ് നാം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ പരസ്പരം ആവശ്യങ്ങൾ ചോദിക്കുന്ന അള്ളാഹുവിനെ രക്തബന്ധങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കുക. അല്ലാഹു തആല രക്തബന്ധങ്ങളെ കുറിച്ച് ചോദിക്കുന്നവനാണ്, അവരെ ഭയപ്പെടുക. രക്തബന്ധങ്ങളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രക്തബന്ധങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. രക്തബന്ധം എന്ന് പറയുമ്പോൾ വെറും ഭാര്യ ഭർത്തൃ സന്തതികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, മറിച്ച് എല്ലാ തരത്തിലുള്ള രക്തബന്ധങ്ങളുടെ കാര്യത്തിലും നാം സൂക്ഷ്മത കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. വിവാഹത്തിന് ശേഷം ഭാര്യയുടെ ബന്ധുക്കളെ തൻ്റെ ബന്ധുക്കളായി കാണേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. അതുപോലെ തന്നെ തിരിച്ച് ഭർത്താവിൻ്റെ ബന്ധുക്കളെ തൻ്റെ ബന്ധുക്കളായി കാണേണ്ടത് ഭാര്യയുടെ കടമയാണ്. വിവാഹം കഴിക്കുന്നത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആണെങ്കിലും താൻ ആ കുടുംബത്തിലെ ഒരു അംഗമായി തീരുകയാണ് എന്ന് ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണോ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടിരുന്നതും അവരോട് കരുണയോടും അനുകമ്പയോടും സ്നേഹത്തോടും പെരുമാറിയിരുന്നതും, അതുപോലെ തന്നെ തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലും വർത്തിക്കണം എന്ന് ദമ്പതികൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ആരാണോ ഈ കാര്യത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് അവരുടെ കുടുംബം സമാധാന ഗേഹമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായി അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, വിശ്വസിച്ചവരെ, അള്ളാഹുവിനെ ഭയപ്പെടുക, ഋജുവായ വാക്കുകൾ പറയുക. അങ്ങനെ ചെയ്യുന്നതായാൽ അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. ഈ ആയത്തിൽ അല്ലാഹു തആല വിശ്വാസികളോട് ചൊവ്വായ കാര്യങ്ങൾ പറയാൻ കൽപ്പിച്ചിരിക്കുന്നു. ദാമ്പത്യ ബന്ധത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതായത്
വളച്ചൊടിവില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയുക എന്നത് നാം ഏവരുടെയും സമാധാനത്തിന് അത്യാവശ്യമാണ്. പല കാര്യങ്ങൾ മറച്ചു വെക്കുന്നതും പിന്നീട് അത് അറിയുമ്പോഴുണ്ടാകുന്ന പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അനുസരിക്കുന്നതിലൂടെ നമുക്ക് ഇല്ലാതാകുകയാണ്. അത് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ കൽപ്പനയെ മുറുകെ പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായ, ദാമ്പത്യ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നാം വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ മറച്ചു വെക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന് കൂലിയായി അല്ലാഹു തആല നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കി തീർക്കുകയും നമ്മുടെ പാപങ്ങളെ പുറത്തു തരികയും ചെയ്യുന്നു. ഇതിലും വലിയ വേറെ എന്ത് കാര്യമാണുള്ളത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി താൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് ഓരോ ആത്മാവും ചിന്തിച്ചു നോക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഓരോ ആത്മാവും നാളേക്ക് വേണ്ടി, അതായത് മരണശേഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതായത് നാം ഓരോ നിമിഷവും അള്ളാഹുവിനെ ഭയന്ന് ദൈവസ്മരണയിൽ കഴിച്ചു കൂട്ടേണ്ടതാണ്. ഏത് നിമിഷവും മരണം നമ്മളെ പിടികൂടുമെന്നും ഓരോ നിമിഷവും നാം അതിനായി തയ്യാറായിരിക്കണമെന്നും അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സൽക്കർമ്മങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മളെ അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അത് വിവാഹത്തിന് മുമ്പായാലും ശരി, ശേഷമായാലും ശരി, ഏതൊരു കാര്യത്തിലും തഖ്വ മാത്രമാണ് നമുക്ക് മുതൽക്കൂട്ടായി ഉണ്ടാകുക. അല്ലാഹു തആല ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി വേറൊരു സ്ഥലത്ത് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഹുന്ന ലിബാസുൽ ലക്കും അൻതും ലിബാസുൽ ലഹുന്ന. അതായത് അവർ നിങ്ങൾക്കൊരു വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യനെ നഗ്നത മറക്കുന്നതിനും ശീതോഷ്ണതയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതും ഉപകരിക്കുന്നത് പോലെ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുന്നതോടെ പരസ്പരം ന്യൂനതകൾ മറക്കുന്നതിനും അലങ്കാരത്തിനും സംരക്ഷണത്തിനും ദാമ്പത്യ ജീവിതം സഹായകരമായി തീരുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തെ ഇത്രയും മനോഹരമായി ചിത്രീകരിക്കുന്ന വേറെ വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഓരോ ഭർത്താവും തൻ്റെ ഭാര്യയുടെ വസ്ത്രമാവാൻ ശ്രമിക്കുമ്പോൾ, ഓരോ ഭാര്യയും തൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രമാവാൻ ശ്രമിക്കുമ്പോൾ സ്വഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്ന ഒരു സമൂഹം ഇവിടെ ഉടലെടുക്കുന്നതാണ്. കുടുംബത്തിൻ്റെ സമാധാനത്തിന്, സമൂഹത്തിൻ്റെ സമാധാനത്തിന് ഇത് കാരണമാവുന്നതാണ്. ധനം, കുടുംബം, സൗന്ദര്യം, ദീൻ എന്നീ 4 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ വിവാഹത്തിനായി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ നിങ്ങൾ ദീൻ അഥവാ ആത്മീയ ബോധമുള്ള സ്ത്രീയെ വിവാഹത്തിനായി തിരഞ്ഞെടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രബോധിച്ചിരിക്കുന്നു. ഒരു സ്ത്രീ ധനാഢ്യയായാലും ശരി, കുടുംബ മഹിമ ഉണ്ടായാലും ശരി, സൗന്ദര്യം ഉണ്ടായാലും ശരി, ആത്മീയ ബോധമില്ലാത്ത സ്ത്രീയാണെങ്കിൽ ആ കുടുംബം നരകതുല്യമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും തൃപ്തിയെയും മുന്തിക്കുന്ന ഒരു ഭാര്യ ആണെങ്കിൽ ആ കുടുംബം സ്വർഗതുല്യമാവുമെന്നതിലും ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഓരോ ഭർത്താവും തൻ്റെ ഭാര്യയുടെ മനസ്സിൽ ദീനീബോധം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു ഉത്തമ സമൂഹം ഉടലെടുക്കുന്നതാണ്. നമ്മുടെ ഭാവി തലമുറ സുരക്ഷിതമാവുന്നതാണ്. ഈ ദുനിയാവ് ഒരു സമ്പാദ്യ ഗേഹമാണെന്നും നന്മയുള്ള സ്ത്രീയേക്കാൾ നല്ല സമ്പാദ്യം വേറെ ഇല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു. തൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, പണമില്ല എന്ന് പരിതപിക്കുന്നവർ ഈ ഹദീസുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അവൾ ആത്മീയ ബോധമുള്ളവളാണെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ശ്രമിക്കുന്നവളാണെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ സമ്പാദ്യം വേറെ ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും നല്ല ഭാര്യ ആരാണെന്ന് ഒരിക്കൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ സ്ത്രീകൾക്കുള്ള വളരെ വ്യക്തമായ, ലളിതമായ ഒരു സന്ദേശവും ഉപദേശവും ജീവിത സന്ദേശവുമുണ്ട്. അതായത് തിരുമേനി പറഞ്ഞു, കാണുമ്പോൾ സന്തോഷം ജനിപ്പിക്കുന്ന, ഭർത്താവ് പറയുന്നതിനെ അനുസരിക്കുന്ന ഏതൊരു കാര്യത്തെ തൻ്റെ ഭർത്താവ് വെറുക്കുന്നുവോ അത് ചെയ്യാതിരിക്കുന്നവളാണ്
ഏറ്റവും നല്ല ഭാര്യ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. ഇതേ നാണയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്കും ഉപദേശം നൽകിയിട്ടുണ്ട്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅനാ ഖൈറുക്കും ലി അഹ്ലി. അതായത് തൻ്റെ കുടുംബത്തിനോട് ആരാണോ ഏറ്റവും നന്നായി വർത്തിക്കുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത്. അത് അടുത്തതായി ഹുസൂർ തിരുമനസ് തന്നെ സ്വയം മാതൃകയാക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ കുടുംബത്തിനോട് ഉത്തമമായി ഞാൻ വർത്തിക്കുന്നു. ഈ ഹദീസും കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഹദീസാകുന്നു. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിനോട് ഉത്തമമായി വർത്തിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോടും കുട്ടികളോടും എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഓരോ ഭാര്യയും അവർ തന്നെയാണ്, അല്ലെങ്കിൽ താൻ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്നേഹത്തിനും കരുതലിനും പാത്രമായിട്ടുള്ളത് എന്ന് കരുതിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാരും ഒരു യഥാർത്ഥ ഭാര്യയുടെ എല്ലാ കടമകളും നിറവേറ്റുന്നവരായിരുന്നു. ആത്മീയ പുരോഗതി ഒന്നു മാത്രമായിരുന്നു അവരുടെ എല്ലാം ലക്ഷ്യം. ഭൗതികതയുടെ ഒരു ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിൽ എങ്ങും നമ്മൾ ഹദീസുകളും ചരിത്രവും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും അത് കാണുവാൻ സാധിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭാര്യമാരിൽ ഏറ്റവും ചെറുപ്പമായിരുന്ന ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച് ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പകുതി ദീൻ നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പഠിക്കുക എന്നാണ്. ഇതിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അത്രത്തോളം ആത്മീയതയിലും അറിവിലും ഉയർന്നവരായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിമിൻ്റെ ഭാര്യയും ഇതുപോലെ തന്നെയാണ് വർത്തിക്കേണ്ടത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സജ്ദ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ സജ്ദ ചെയ്യട്ടെ എന്ന് ഞാൻ കൽപ്പിച്ചേനെ. ഈ ഹദീസ് ഭാര്യയെയും ഭർത്താവിനെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്നതാണ്. ഭാര്യ തന്നെ സജ്ദ ചെയ്യാൻ മാത്രം ഉയർന്ന സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണോ താൻ എന്ന് ഓരോ ഭർത്താവും ചിന്തിക്കേണ്ടതാണ്, ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഭാര്യ തൻ്റെ ഭർത്താവിന് 100% അനുസരിക്കേണ്ടതുമാണ്. ഇങ്ങനെയുള്ള നിലപാടുകളിലൂടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്. പരസ്പരം ദീനിയായ കാര്യങ്ങളിൽ മുന്നേറുന്നവരായിക്കൊണ്ട് ദീനിയായ കാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ഉത്തമ സുഹൃത്തുക്കളായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. വീട്ടിൽ ഗാർഹികമായ ആവശ്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ദമ്പതികൾ നമ്മുടെ ജമാഅത്തിൽ ഉണ്ടാവുന്നിടത്തോളം കാലം നമ്മുടെ ജമാഅത്ത് പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹു തആല. ഇനി ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇന്ന് വിവാഹം നടക്കുന്ന മംഗലാപുരം ജമാഅത്ത് സദറായി സേവനം ചെയ്യുന്ന ജനാബ് അബ്ദുർ റഹീം സാഹിബിൻ്റെ മകൾ അഫ്വാന ദാനിഷ സാഹിബയുടെയും അതുപോലെ തന്നെ കോഴിക്കോട് മാത്തോട്ടം ജമാഅത്തിലെ മർഹൂം ആദം മാലിക് സാഹിബിൻ്റെ മകൻ ഫസൽ അഹമ്മദ് സാഹിബിൻ തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ കുടുംബത്തെക്കുറിച്ച്, 2 കുടുംബങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ്. സദർ സാഹിബിൻ്റെ വാപ്പ ആദ്യകാല അഹമ്മദികളിൽ ഒരാളായിരുന്ന ബി ഷേഖ് അലി സാഹിബ്, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് അഫ്വാന സാഹിബ, താനിഷ സാഹിബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദം മാലിക് സാഹിബിനെ കുറിച്ചും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ അഹമ്മദിയ ജമാഅത്തിലുള്ള ആളുകൾക്കും അറിയാവുന്നതാണ്. ആദം മാലിക് അതുപോലെ തന്നെ ഷൗക്കത്ത് അലി സഹോദരങ്ങളുടെ ദീനി സേവനത്തിന് വളരെ പേരുകെട്ട 2 പേരായിരുന്നു അവർ. 2 പേർക്കും മർഹൂമിങ്ങൾക്കും അല്ലാഹു തആല അവരുടെ പദവി ഉയർത്തുമാറാകട്ടെ. ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി വധുവിൻ്റെ പിതാവും വലിയുമായ ജനാബ് BS അബ്ദുറഹീം സാഹിബിനോട് ചോദിക്കുകയാണ്, താങ്കളുടെ മകൾ അഫ്വാന ദാനിഷ സാഹിബയെ
കോഴിക്കോട് മാത്തട്ടം ജമാഅത്തിലെ മർഹൂം ആദം മാലിക് സാഹിബിൻ്റെ മകൻ ഫസൽ അഹമ്മദ് സാഹിബിന് 80 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മഹറായി സ്വീകരിച്ചുകൊണ്ട് വിവാഹം ചെയ്ത് നൽകുവാൻ സമ്മതമായി. അടുത്തതായി വരനോടാണ്. കോഴിക്കോട് മാത്തോട്ടം ജമാഅത്തിലെ മർഹൂം ആദം മാലിക് സാഹിബിൻ്റെ മകൻ ജനാബ് ഫസൽ അഹമ്മദ് സാഹിബ്, താങ്കൾക്ക് മംഗലാപുരം ജമാഅത്തിലെ അബ്ദുറഹീം സാഹിബിൻ്റെ മകൾ അഫ്വാന ദാനിഷ സാഹിബയെ 80 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മഹറായി നിശ്ചയിച്ചുകൊണ്ട് താങ്കളുടെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. ഇരുകൂട്ടരും സമ്മതം അറിയിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനി നമുക്കെല്ലാവർക്കും വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ നവദമ്പതികൾക്കായി അവരുടെ ഭാവി ജീവിതം അനുഗ്രഹീതപൂർണ്ണമായി തീരുന്നതിനു വേണ്ടി ദുആ ചെയ്യാം. എല്ലാവരും എന്നോടൊപ്പം ദുആയിൽ പങ്കെടുക്കുക. ദുആ. بارك الله لكم وبارك عليكم وجمع بينكم في خير. بارك الله لكم وبارك عليكم جمع اللهم في خير. بارك الله لكم وبارك عليكم وجمع الله بينكم في خير. ആമീൻ. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.